ബാലകൃഷ്ണനല്ലേ? നിർത്ത് വണ്ടി നിർത്ത് നിർത്ത് നിർത്ത്. ബാലകൃഷ്ണ! ഹംസക്കോയ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസ്റ്ററെ? 35 രൂപ. എന്റെ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ തരൂ, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ തന്നിട്ട് പോ. ഇതുവരെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ഒരു ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടവര്. എന്റെ പൈസ തന്നെ ഇടോ. ബാലകൃഷ്ണ എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ തന്നോട് പറയുന്നു, എന്റെ പൈസ തരാൻ. എടാ ബാലകൃഷ്ണ, ആഹാ ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ നമുക്ക് നായിന്റെ സോറി, ആളെ മാറിപ്പോയതാണ്. ക്ഷമിക്കണം, വിട് വിട്. ഹലോ ഹലോ, ഈ വണ്ടിയിലാ വന്നത്. പയ്യ തവിടേ. എന്റെ കാശിങ്ങി തന്നെ. ഞാനിവിടെ അവിടെ ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ. അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതെന്താ ചോദിക്കുന്നത്? എന്റെ ഓട്ടോ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റി പോകാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് താനത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിനുള്ളിലല്ല, ഏത് ബഹറിനുള്ളിലാണെങ്കിലും ഹംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പനുണ്ട്. നിന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടുക്കോ, നിന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണോ? സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നുണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്, അടുക്കരുത്. പല്ലൊടുക്കല്ലത്തിന്റെ ഒറ്റ കുട്ടി അടുക്കരുത്. ഞാൻ അടിച്ചു പൊളിക്കണ കൊല്ലുള്ളൂ. നിന്റെ അടുക്കരുത്, ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കേട്ടില്ലല്ലോ. അത് അവിടെ നെക്കിന് അതിൽ തക്ക നെക്കി രാണ്ടാക്കി മടുത്താല് കൗത്ത് പിടിക്കല വല കണ്ടു. യാതൊരു കൊണ്ടുപോകാനാണ് കൊണ്ടുപോകും. അമ്മോ വിടണം. എന്തൊരു ശല്യമാണ് ഇത്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായല്ലോ ഭഗവാന്. ഇങ്ങോട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടു തരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നേ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോരെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീയൻ എന്നെ കണ്ട് മാറിക്കളഞ്ഞു. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല ചേട്ടാ, ഇവൻ എന്റെ നാട്ടിൽ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കിപ്പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ ഹംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ ഹംസക്കോയ എണ്ണി കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വീണത്. ഹംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായ ചിന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും.
എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കുളം പിടിക്കൂല. അംസക്കോയ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. മത്തായി മൂപ്പര് പറയട്ടെ. എന്തേ, നിങ്ങൾ വരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ല, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം സാർ. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും മത്താച്ചേട്ടാ. എവിടെ നിന്ന് കിട്ടുമെന്നേ? എന്റെ അത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഇത്രയും വലുതോ? ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ. നമ്മ നടന്നാട്ടെ. അണ്ണാ, പെട്രോൾ പെട്രോൾ ഒഴിക്കാടെ കിടന്ന് ചാവാ. സാറേ, സാറ് കൽക്കട്ട തന്നെ എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി. നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാനിവിടുത്തെ മേസ്ത്രിയാ. ആ. അമ്മയെ പറ്റി സാറ് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു. അതെങ്ങനെ? താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. അതാ അല്ലേ? അതെ. അമ്മ ഇങ്ങോട്ട് നടന്നാട്ടെ. എടോ, താൻ ഓവറാക്ട് ചെയ്ത് ചളവാക്കുമല്ലേ? പൊന്നപ്പാ, എന്താണ്? ഇയാൾക്ക് എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്കി. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ, പെട്രോള്. എടാ ഒഴിക്കാടാ പഞ്ഞങ്ങള്. അല്ല പക്ഷേ, അതാരാ? അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട്. അല്ല അച്ഛൻ, ഇയാളും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം. അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ്. ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും. അപ്പുറത്തെ ഡൈനിങ് ടേബിൾ, അവിടെ ഞാനും അമ്മയും എന്റെ എടാ ഗോലക്ഷ, നീ കൽക്കട്ടയിൽ പോന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ ബാലകൃഷ്ണൻ. ആരാ മോനെ അത്? ഞാൻ പറയാം, ഇവൻ എന്നെ ശരിക്കും അറിയാം. ഇപ്പൊ അറിയാത്തോട് നടിക്കുക. ഞങ്ങൾ തമ്മി ആദ്യമാദ്യമായി കാണുന്നത് തന്നെ റോഡിൽ വെച്ചാ. പോക്കറ്റടിക്കാരനാ വിചാരിച്ചത്. പോക്കറ്റടിക്കാരനോ? ബാലേഷ ഒന്നും വന്നേ. എടാ, നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ. എനിക്ക് അമ്മയുടെ എല്ലാം പറയണം. നീ കൈവിട്ടെ. ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. 6 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ തന്നത്. എന്തിനമ്മ അധികം പറയുന്നത്? ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചേട്ടനും 3 പേരും കഞ്ഞി കുടിച്ചു കഴിയുന്നത്. ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല. നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തുവോ? എവിടെ എത്തുമെന്ന്? അതെ, കൽക്കട്ടയില്. ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത്? അതെ അമ്മേ, എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും. 3 നേരം കഞ്ഞിയാ. 3 നേരം അല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. ബാലേഷ പ്ലീസ്. നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ? അതെ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി. ഒരു 100 രൂപ. എന്തിനാ? നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ. കൊടുക്കും മോനെ.
ഏത് വഴിപാട്? നീ മറന്നുപോയോ? അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്. ഇവനിങ്ങനെ എല്ലാം മറക്കും, സ്ഥിര സ്വഭാവം. അമ്മേ ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. ഡാ, നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചെയ്തിട്ട് ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. പൊയ്ക്കോ, പൊയ്ക്കോടാ. ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി?